പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഒരു കഥ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. റംസാനിലെ ചന്ദ്രിക. അതൊരു ഏകാംഗ നാടകം പോലെ അവതരിപ്പിക്കുന്നു. ഞാൻ തുടങ്ങട്ടെ. അജരെ, ഇന്നല്ല ഇപ്പം നമ്മൾ വീട്ടിൽ തുറവി. ആരിത് ബഷീറോ? ഇന്ന് തന്നെയാണേ 100-300 ആൾക്കാർ പരിപാടിയാണ്. അപ്പം ഇജ്ജ് നേരത്തെ അങ്ങോട്ട് ബാ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആക്കി വയ്ക്കണ്ടേ. അപ്പം ഇജ്ജ് നേരത്തെ അങ്ങോട്ട് ബാ കേട്ടോ. തിരക്കാ, ഞാൻ നിങ്ങളെ നോക്കി നടക്കുകയായിരുന്നു. അല്ല, ആരിത്? അയ്മോ, എന്താ കാര്യം അയ്മോ? എന്താ പ്രത്യേകിച്ച്? അല്ല ജരക, നോമ്പായിട്ട് പണിയൊന്നുമില്ല, സാധനം വാങ്ങാനൊന്നും കയ്യിൽ 5 പൈസ ഇല്ല. നിങ്ങളൊരു 1000 റുപ്യ കടായിട്ട് തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ഇപ്പോൾ പൈസ ഒന്നും തരാനില്ലല്ലോ അയ്മോ. ഇജിപ്പോൾ ഒരു കാര്യം ചെയ്യ്, ഇജ് 27 അങ്ങോട്ട് വരുവേണ്ടി, അന്ന് എന്തെങ്കിലുമൊക്കെ തരണ്ട്. അല്ല അയ്മോ, എന്തപ്പം ഇജ്ജ് ഇങ്ങനെ വിഷമിച്ച് കിടക്കണേ? എന്താ എൻ്റെ പ്രശ്നം? അല്ല ബഷീറേ, പണിയൊന്നും ഇല്ല ഇപ്പോഴേ. അപ്പോൾ സാധനം വാങ്ങാനൊന്നും കയ്യിൽ പൈസ ഒന്നുമില്ല. അപ്പോൾ ആചാരാക്കാനോട് കുറച്ച് പൈസ വയ്ക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ മൂപ്പരടുത്ത് ഇല്ലയെന്ന് പറഞ്ഞു. എന്നോടൊന്നും ചോദിക്കണ്ട അയ്മോ, എനിക്ക് ഞാൻ തരൂലേന പൈസ. പെരുത്ത് ഉണ്ടാവില്ല എന്ന് വെച്ചിട്ടാ ബഷീറേ. ഏതായാലും പെരുത്ത് സന്തോഷമായി. വളരെ അപ്പം ചങ്കളെ, അപ്പം ഞാൻ ഈ കഥ കൊണ്ട് ഉദ്ദേശിച്ചെന്താന്ന് വെച്ചാൽ, നമ്മൾ ചില ആൾക്കാരെ വലുതാക്കി കണ്ടിട്ടും ചില ആൾക്കാരെ കൊച്ചാക്കി കണ്ടിട്ടൊന്നും കാര്യമില്ല. ചിലപ്പോൾ നമ്മൾ വലുതാക്കി കാണുന്ന ആൾക്കാരൊന്നും നമുക്കൊന്നും ഒരു ഉപകാരം ചെയ്യൂല. നമ്മൾ ഓനെ കൊണ്ട് കജൂല, അല്ലെങ്കിൽ ഓൻ്റെ അടുത്ത് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ കരുതുന്ന ആൾക്കാരെ കാര്യം നമുക്ക് സഹായത്തിനായിട്ട് വരിക. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇത് തികച്ചും സാങ്കല്പികം മാത്രമാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വ്രത ദിനം, നല്ല പരിശുദ്ധിയുടെ റമളാൻ്റെ ആ നല്ലൊരു ദിനത്തിൽ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ അസ്ലം PV.